മിശിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ, ഇന്നേ ദിവസം ഈ ഫാമിലി കൗൺസിലിങ്ങിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് ഒരു വാക്ക് പറയാമെന്നാണ് കരുതുന്നത്. വിവാഹം ബുദ്ധിമുട്ടുള്ളതാണ്, യാതൊരു സംശയമില്ല. എങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ചിന്തിക്കുക. സ്നേഹമൊരു ദയ തോന്നലല്ല, പാവം ഷോ ഇങ്ങനെയുള്ള തോന്നലുകളല്ല. സ്നേഹമെന്ന് പറയുന്നത് അതിലുപരിയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. രണ്ടാമത് സ്വാർത്ഥകൾ കളഞ്ഞ് മറ്റൊരാളുടെ താല്പര്യങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഫിലിപ്പിയർ 2:4-6 വരെ വാക്യങ്ങൾ പ്രസിദ്ധമാണ്. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റൊരാളിൻ്റെ താല്പര്യം കൂടി പരിഗണിക്കണം എന്നുള്ള ശ്ലീഹായുടെ വാക്കുകൾ നമുക്ക് വെളിച്ചം തരേണ്ടതാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ സംഭവം നമുക്കറിയാം. ഏബ്രഹാം ലിങ്കൺ വിരുന്നിനിടയിൽ ഭാര്യയ്ക്ക് പെട്ടെന്ന് അരിശം വന്ന് സൂപ്പ് ഏബ്രഹാം ലിങ്കൻ്റെ തലയിലേക്ക് ഒഴിച്ചു. ഏബ്രഹാം ലിങ്കൻ റിയാക്റ്റ് ചെയ്യുന്നില്ല, സമചിത്തതയോടെ വിരുന്ന് തുടരുകയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ലീഗൽ അഡ്വൈസർ ചോദിക്കുന്നുണ്ട്, ഭാര്യയ്ക്കെതിരെ ഒരു കേസ് കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പ്രസക്തമാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ അങ്ങനെ വാചകം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് അത്രയേറെ വിഷമം തോന്നി, അവൾ പരിസരബോധം മറന്ന് സൂപ്പ് എൻ്റെ തലയിലേക്ക് ഒഴിച്ചെങ്കിൽ ഞാൻ ആ പറഞ്ഞുകൊണ്ടിരുന്ന അവളെ എന്തുമാത്രം വേദനിപ്പിച്ചു കാണും. കേസ് കൊടുക്കുവാണെങ്കിൽ അവളല്ലേ ഇടൂ ആദ്യത്തെ കേസ് എനിക്കെതിരെ തരേണ്ടത്, താമ്പോടോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാറിൽ കയറി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കൊണ്ടുവരുന്ന ചിന്ത, ഈ മറ്റൊരാളിനെക്കുറിച്ചുള്ള ഒരു കൺസേൺ വരുമ്പോൾ നമ്മുടെ കൊച്ചു പരാതികളും വിഷമങ്ങളും ഒക്കെ ഇങ്ങോട്ട് മാറും. അങ്ങനെ മുമ്പോട്ട് പോകുന്നതാണ് സ്നേഹം എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം. മൂന്നാമത് സ്വയം ദാനമാണ്, സെൽഫ് ഗിവിങ്. യോഹന്നാൻ 3:16 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. തൻ്റെ ഏകദേവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നൽകലാണ് സ്നേഹം. സ്നേഹം പ്രകടമാക്കണം. ഇന്ന് പലപ്പോഴും ഒരു കുറവുള്ളത് പലരും പ്രകടമാക്കുകയല്ല. ഒരു പുഞ്ചിരി, ഒരു സമ്മാനം, ഒരു ഉമ്മ, ഇതൊക്കെയാണ് പ്രകടമാക്കലിൻ്റെ ഭാഗങ്ങളാണ്. ഇത് നമുക്കുണ്ടാവണം. ഉണങ്ങി വരണ്ട് കുടുംബജീവിതം നയിക്കരുത് എന്നുള്ള പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ദാനം ഒരിക്കലും മറ്റേ പാർട്ടിക്ക് വേദന ഉളവാക്കരുത്. നമ്മൾ കൊടുക്കുന്ന ദാനം മറ്റവർക്ക് സന്തോഷം ഉളവാക്കേണ്ടതാണ്. ആറാമത്, സ്നേഹിച്ചാൽ സ്നേഹം കിട്ടും. ഇത് മാനുഷിക പ്രവണതയാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കാതെ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏഴാമത്, വളരെയേറെ സ്നേഹം പ്രതീക്ഷിക്കുന്ന ഒരു തടസ്സമാണ്. ചിലരിങ്ങനെ ഒത്തിരി സ്നേഹം ജീവിത പങ്കാളിയിൽ നിന്ന് പ്രതീക്ഷിക്കും. അത് കിട്ടാതെ വരും. പിന്നെ എപ്പോഴും അസ്വസ്ഥത. ഞാനെന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ ഒന്ന് ചിരിക്കണം, ഞാനെന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ഉടനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പം കിട്ടാതെ വന്നാൽ ആകെപ്പാടെ വിഷമമാകും. അത് ശരിയല്ല. എട്ടാമത്, കൊടുക്കാതെ സ്നേഹം പ്രതീക്ഷിക്കരുത്. ഞാൻ കൊടുക്കുന്നില്ല, അവളിങ്ങോട്ട് തരുമെന്ന് നോക്കട്ടെ, അല്ലെ അയാളിങ്ങോട്ട് തരുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിരിക്കുകയും ചെയ്യരുത്. ഈ ചില ചിന്തകൾ ഇന്ന് നൽകിക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ കത്തുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ആദ്യത്തെ കത്ത് ആരുടേതാണ് നിമ്മി? ആദ്യത്തെ കത്ത് തിരുവല്ലയിൽ നിന്നും മേരി എന്ന വീട്ടമ്മയുടേതാണ്. എനിക്ക് 3 മക്കളാണുള്ളത്. 2 ആൺമക്കളും 1 പെണ്ണും. പെണ്ണിനെ കെട്ടിച്ചു. 2 ആൺമക്കളും വിവാഹിതരായിട്ടില്ല. മൂത്തവന് 34 വയസ്സുണ്ട്, ഇളയവന് 30 വയസ്സ്. ഭർത്താവ് പുറപ്പെട്ടു പോയി. അദ്ദേഹം മദ്യത്തിനും കഞ്ചാവിനും അടിമയാണ്. എൻ്റെ 30 വയസ്സുള്ള മകൻ ഒരു യുവതിയുമായി പ്രേമത്തിൽ ഏർപ്പെട്ടു. അത് അവരുടെ ബന്ധുക്കൾ പിടിച്ച് അവളെ വേറെ വിവാഹം കഴിപ്പിച്ചു. ഇപ്പോൾ 2 കുട്ടികളുള്ള മറ്റൊരു വിവാഹിതയുമായി അവൻ അടുപ്പത്തിലാണ്. അവർ മുതലെടുക്കുകയാണ്. ഇവൻ പണിയെടുക്കുന്ന രൂപ മുഴുവൻ അവർ വാങ്ങിച്ചെടുക്കും. അത് വലിയ പ്രശ്നമായി പോലീസ് പിടിച്ചു. ഇവനോട് വേറെ വിവാഹം കഴിക്കുവാൻ പറഞ്ഞു. അവളുടെ വഴിക്ക് പോകട്ടെ എന്നും പോലീസ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യണമെന്ന് ശാലോം ടി വിയിലൂടെ പറഞ്ഞു തരണമേ. ഞാൻ സ്ഥിരം ശാലോം ടി വി കാണാറുണ്ട്. അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. തീർച്ചയായിട്ടും മേരിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൻ വീട്ടിലില്ലാതെ തന്നെ മക്കളെ പരിരക്ഷിക്കേണ്ട ചുമതല വളരെ ഭാരപ്പെട്ടതാണെന്ന് അച്ഛനറിയാം.
അച്ചായൻ പുറപ്പെട്ടു പോയി. ആ ഒരു സാഹചര്യം ഇതിൻ്റെ പുറകിലുണ്ട്. എനിക്ക് പറയാനുള്ളത് ഈ കത്തൊരു പാഠമാണ് എല്ലാവർക്കും. എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഇങ്ങനെ വാശി പിടിച്ച് പറയാണ് പ്രേമം ദിവ്യമാണ് എന്നൊക്കെ വാദിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇത് കാണുന്നവരെയൊക്കെ പ്രേമിക്കുന്ന ഈ അവസ്ഥ വെറും മാനുഷികമാണ്. അതൊരിക്കലും ദൈവികമാണെന്ന് പറയുന്നത് തെറ്റാണ്. ആദ്യത്തെ ആളിനെ ഫ്രീ ആക്കി, ഇപ്പം രണ്ടാമത് വേറൊരു അതും വിവാഹിതയായ ഒരു സ്ത്രീയുമായിട്ടാണ് അടുപ്പം എന്നവിടെ കത്തിൽ കാണിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ ബന്ധവും പോലീസ് മുഖേന അകറ്റിയത് നന്നായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരി അയാൾ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. ഇനി സ്നേഹത്തോടെ മകനെ ഒരു ധ്യാനത്തിന് അയക്കുന്നത് നല്ലതാണ്. എന്തുമാത്രം അതിന് സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അമ്മ പറഞ്ഞാൽ കേൾക്കുമോ പോകുമോ അതെനിക്ക് സംശയമുണ്ട്. എങ്കിലും അതിന് ഒന്ന് പ്രേരിപ്പിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മേരി നന്നായിട്ട് മകന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ഒരുക്കത്തിൽ മാത്രമേ ഒരുപക്ഷെ അവനൊരു ധ്യാനത്തിനൊക്കെ സന്നദ്ധമാവുകയുള്ളൂ. പെട്ടെന്ന് ഓടിച്ചെന്ന് ധ്യാനത്തെ പറ്റി പറയാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നും തിരുരക്തം അവൻ്റെ മേൽ തളിച്ച് പ്രാർത്ഥിക്കണം. അത് മുടങ്ങാതെ തുടരണം. എൻ്റെ ഭാഷ പറഞ്ഞാൽ മരുന്ന് കഴിക്കുന്നത് പോലെ മുടക്കമില്ലാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് തമ്പുരാനിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹെബ്രായർക്കുള്ള ലേഖനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ അന്ധക്കരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്നും വിശുദ്ധീകരിക്കും. ഇതെല്ലാം നിർജീവ പ്രവൃത്തികളാണ്, യാതൊരു സംശയമില്ല. ഈശോയുടെ രക്തത്തിന് അതിൽ നിന്ന് നമ്മളെ വിശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് എന്ന് വചനം സാക്ഷിക്കുകയാണ്. അതുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. മനസ്സായാൽ ഉടനെ തന്നെ ഒരു ധ്യാനം ക്രമീകരിച്ച് അവനെ അതിന് അയക്കണം. അങ്ങനെ മേരി, എനിക്ക് പറയാനുള്ളത്, ആ കുടുംബത്തെ വീണ്ടെടുക്കണം എന്നാണ്. മേരി ആഗ്രഹിച്ചത് പോലെ തീർച്ചയായിട്ടും അച്ഛൻ പ്രാർത്ഥിക്കാം. ഇതേക്കുറിച്ച് എന്താണ് നിമ്മിക്ക് പറയാനുള്ളത്? അമ്മച്ചി നന്നായിട്ട്, മേരി അമ്മച്ചി നന്നായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞതുപോലെ തിരുരക്തം ഒഴിച്ച് വിശദീകരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഫലമുണ്ടാകും. പിന്നെ ഇന്ന് ആധുനിക കുടുംബങ്ങൾക്ക് നേരിടുന്നതാണ് ബലഹീനരെ ചൂഷണം ചെയ്യുന്ന അനീതി, പിന്നെ ചവിട്ടിമെതിക്കപ്പെടുന്ന ധാർമ്മിക മൂല്യങ്ങൾ ചവിട്ടിമെതിക്കപ്പെടുന്ന അസാൻമാർഗികത, ഇങ്ങനെ കുറേ തിന്മകളൊക്കെ ഉണ്ട്. ആ തിന്മകളിൽ ചിലതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു സ്ത്രീ ഈ ബലഹീനനായ ഇവനെ ചൂഷണം ചെയ്യുന്നു, പറയുന്നുണ്ട്, ഒരു പിടിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു അമ്മ പറയുന്നത് പൈസയെല്ലാം മേടിച്ചെടുക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം. പിന്നെ ഇവൻ അസാൻമാർഗികതയിലൂടെ പോകുന്നു. ഇതിനൊക്കെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് പറയാനുള്ളത്. ഇത് എല്ലാ ഇന്നത്തെ ആധുനിക കുടുംബങ്ങളിൽ മിക്കവാറും കാണുന്ന ഒരു പോരായ്മയാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വിടുതൽ ലഭിക്കണമെങ്കിൽ ശരിക്കും കുടുംബ പ്രാർത്ഥന, അമ്മച്ചി ഈ മക്കളുമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. സന്ധ്യാപ്രാർത്ഥനയിൽ മക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാനിരിക്കുക. പ്രത്യേകിച്ചും ജപമാല പ്രാർത്ഥിക്കുക. അപ്പം ജപമാല പ്രേക്ഷിതനായ പാട്രിക് പേറ്റൻ പറയുന്നുണ്ടല്ലോ, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ച് നിലനിൽക്കുന്നു. അപ്പം ഒന്നിച്ച് പ്രാർത്ഥിക്കുക. അമ്മച്ചിയുടെ പ്രത്യേക പ്രാർത്ഥന. ഭർത്താവ് ഈ മദ്യപാനത്തിൽ നിന്നെല്ലാം മദ്യപാനിയായിരുന്നു, പക്ഷേ അദ്ദേഹം പുറപ്പെട്ടു പോയി. അപ്പം ഈ അമ്മച്ചി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഈ മക്കൾക്ക് വേണ്ടി. അപ്പോൾ അമ്മച്ചി പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ഒരിക്കലും പരാജയപ്പെടുകയില്ല. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ഫലം കാണപ്പെടും. അതുകൊണ്ട് അമ്മച്ചി പ്രത്യേകം ഈ മക്കളെ സമർപ്പിച്ച് തിരുരക്തം ഒഴിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരു എക്സെപ്ഷൻ അല്ലേ ഇത്? ഒത്തിരി കുടുംബങ്ങളിലിങ്ങനെ ഇത്രയും ഇല്ല എങ്കിലും ആധുനിക കുടുംബങ്ങളിൽ മിക്കവാറും ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ. വിവാഹിതയായിട്ടാണ്. ആദ്യമേ ഒരു യുവതിയായിട്ടായിരുന്നു. അത് അവരുടെ സമ്മർദ്ദം മൂലം അവൾ രക്ഷപ്പെട്ടു. രണ്ടാമത് ഒരുപക്ഷെ ഇവൻ്റെ ബലഹീനത മനസ്സിലാക്കിക്കൊണ്ട് അവൾ ഇവനെ ചൂഷണം ചെയ്യുകയായിരിക്കാം. അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പം ആ സ്ത്രീ ഭർത്താവ് അറിഞ്ഞാണോ അറിയാതെയാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഏതായാലും പൈസ അവനിൽ നിന്നും ഈടാക്കുന്നുണ്ട്. അപ്പോൾ അവനൊരു പോലീസൊക്കെ ഇടപെട്ടു. അപ്പം അവളുടെ വഴിക്ക് പോകട്ടെ, നീ വേറെ കല്യാണം കഴിക്കണം. അപ്പം അമ്മച്ചി ശരിക്കും പ്രാർത്ഥിക്കുക. അപ്പം മൂത്ത മകൻ വിവാഹിതനാകാൻ ഉണ്ട്. അപ്പം രണ്ടുപേർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഈ യുഗത്തിൽ സ്ത്രീകളുടെ എണ്ണം കുറവാണ്. അപ്പം പ്രത്യേകം പ്രാർത്ഥിക്കുക. അവർക്ക് അനുയോജ്യരായ വധുക്കളെ ലഭിക്കുവാൻ വേണ്ടി അമ്മച്ചിയുടെ പ്രാർത്ഥന പ്രത്യേകം. ഞങ്ങളും പ്രാർത്ഥിക്കാം അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പം നിമ്മി പറയുന്നത് പ്രാർത്ഥനയിലൂടെ നമ്മൾ
കുടുംബ പ്രാർത്ഥന മുതലായവയിലൂടെയൊക്കെ ആ കുടുംബത്തെ നേർവഴിയിലാക്കാനായിട്ട് മേരി പ്രത്യേകം പരിശ്രമിക്കണം എന്നുള്ളതാണ്. ടോമിച്ചൻ എന്ത് പറയുന്നു? അച്ഛാ, ഈ കത്ത് വായിച്ച് കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. ആ സഹോദരി ഒറ്റയ്ക്കേറെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഭർത്താവ് ഇട്ടിട്ട് പോയി കഴിഞ്ഞ് ഒരു മകളെ കല്യാണം കഴിപ്പിച്ചു. ഈ 2 മക്കളെ വലിയ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ട് വന്നു. 2 പേരുടെയും കല്യാണം നടന്നിട്ടില്ല. മൂത്തവന് 34 വയസ്സായി. അതിനിടയ്ക്ക് ആ ഇളയവൻ്റെ ഈ വിക്രിയകളെല്ലാം തീർച്ചയായിട്ടും ഒരു തള്ള സഹിക്കാവുന്നതിലപ്പുറം സഹിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ മേരി സഹോദരി എന്ത് ചെയ്യണമെന്നുള്ളതാണ് കത്തിലെ ചോദ്യം. തീർച്ചയായിട്ടും അച്ഛനെ നിമ്മിയും കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് സഹോദരിയോട് പറയാനുള്ളത്, ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ എന്നും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ സഹായകനായ കാര്യസ്ഥനെ അയക്കാവുന്ന. അപ്പം ഈ മേരി സഹോദരി ഒന്നും ഓർക്കേണ്ടത്, സഹോദരി ഒറ്റയ്ക്കല്ല ഇത് സഹിക്കുന്നത്. സഹോദരിക്ക് സഹായകനായ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഈ ബോധ്യം ആഴത്തിൽ ഉള്ളിലുണ്ടോ എന്നത് സ്വയം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈശോയെ കൂടി അല്ലെ പരിശുദ്ധാത്മാവിനെ കൂടെ കൂട്ടിക്കൊണ്ട് വേണം ഈ കുടുംബത്തിൻ്റെതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാൻ. കാരണം ഇത് അപ്പനിലുണ്ടായിരുന്ന ആ ദുശീലങ്ങൾ മക്കളിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സഹോദരിക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഇത് പരിഹരിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിനെ സഹായകനായിട്ട് ഈശോ നമുക്ക് തന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ പരിഹാരം ഉണ്ടാകും. പരിഹാരമില്ലാത്ത ഒരു വിഷയവും ഇല്ല ലോകത്ത്. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ സഹനങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കാതെ തമ്പുരാനെ കൂട്ടുപിടിച്ച് തമ്പുരാനുമായിട്ടിത് പരിഹരിക്കാൻ ശ്രമിക്കുക. ദിവ്യബലിക്ക് പോകുന്ന സ്വഭാവമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി കഴിയുമെങ്കിൽ, കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ, എല്ലാ ദിവസവും രാവിലെ സഹോദരി അടുത്ത ദേവാലയം ഉണ്ടെങ്കിൽ പോയി ബലിയർപ്പണത്തിൽ പങ്കുചേരണം. ബലിയർപ്പണത്തിൽ ഈ മക്കളെയും എവിടെയോ പോയിരിക്കുന്ന ജീവിത പങ്കാളിയെയും നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്, അവൻ എവിടെ പോയാലും നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. അപ്പോൾ ഇന്ന് അവരെ എല്ലാവരെയും ആ ബലിപീഠത്തിൽ സമർപ്പിക്കാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങട്ടെ. ഇറങ്ങി എല്ലാ പാപക്കറകളും കഴുകി വെട്ടിപ്പാക്കി മൂത്തവന് നല്ല ജീവിത പങ്കാളിയെ കിട്ടാനുള്ള വഴിയൊരുക്കലും ഇളയവൻ്റെ ദുർമാർഗത്തിൽ നിന്ന് മാറി വിശുദ്ധ ജീവിതത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാനും അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. മോനിക്ക പുണ്യവതി നമുക്കൊക്കെ മാതൃകയാണ്. തീർച്ചയായിട്ടും മേരി സഹോദരി ഈ കഷ്ടപ്പാടിനോടൊപ്പം തമ്പുരാൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ പരിഹാരമില്ലാത്ത ഒരു വിഷയമില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും സാധിക്കുമില്ല, ഇല്ലെങ്കിൽ ഞായറാഴ്ചകളിലെങ്കിലും ബലിയർപ്പണത്തിൽ ഈ മക്കളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ നോക്കുക. ഇല്ല എങ്കിൽ പോലും ബലിയർപ്പണത്തിൽ ഹൃദയം കൊണ്ട് ബലിയർപ്പണത്തിൽ പങ്കുചേരുക, സമർപ്പിക്കുക. സമർപ്പണത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരിൻ്റെ മുമ്പിലും ഈശോ മറികടന്ന് പോകത്തില്ല. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട സഹോദരിയോട് പറയാനുള്ളത്, വിശ്വാസം കൈവെടിയാതെ നിരാശപ്പെടാതെ കർത്താവിൽ ആശ്രയിക്കുക. കർത്താവ് തീർച്ചയായിട്ടും എല്ലാ വിഷയത്തിനും പരിഹാരമുണ്ടാക്കിത്തരും. ആത്മാർത്ഥമായിട്ട് തമ്പുരാന് സമർപ്പിക്കുക. ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് ഈ സഹനങ്ങൾ കാഴ്ചവെക്കുക. ഫലം ഉറപ്പാണ്. ഏറ്റവും അച്ഛനായി പറയാനുള്ളത്, തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനോട് ചേർന്ന്, രൂപയോട് ചേർന്ന് ഈശോയിൽ പ്രാർത്ഥന നിരതമാകണം. വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മേരി ചേച്ചി, ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. രണ്ടാമത്തെ കത്തിലേക്ക് കിടക്കുക അല്ലേ? ചമ്പക്കര നിന്നും സിനി എഴുതുന്ന കത്താണിത്. അച്ഛാ, വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ട്. ഭർത്താവിന് ഗൾഫിൽ ജോലിയായിരുന്നു. 1 വർഷം ജോലി ചെയ്തതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോന്നു. പിന്നീട് ജോലിക്കൊന്നും പോയിട്ടില്ല. അദ്ദേഹം തികഞ്ഞ മദ്യപാനിയാണ്. എനിക്കൊരു ജോലിയുണ്ട്. രൂപ ഇല്ലാതെ വന്നപ്പോൾ എൻ്റെ മോതിരം മോഷ്ടിച്ചു കൊണ്ടുപോയി കുടിച്ചു. എന്നോട് ഒരു സ്നേഹവുമില്ല. പള്ളിയിൽ പോക്കില്ല, കൂദാശകളുമില്ല. വിവാഹത്തിന് പള്ളിയിൽ പോയിട്ട് പിന്നീട് ഇതുവരെ പോയിട്ടില്ല. ഞാൻ പള്ളിയിൽ പോകുന്നതിന് എതിര് പറയുന്നില്ല. ഞാൻ വീട്ടിലേക്ക് ഫോൺ വിളിച്ചാൽ എന്നെ സംശയിക്കുന്നു. ഈ വിവാഹം വേണ്ടെന്ന് വയ്ക്കുവാൻ എൻ്റെ വീട്ടുകാർ പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഒരു മറുപടി തരണമേ. തീർച്ചയായിട്ടും സിനിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു.
ഭർത്താവ് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഞാൻ കാണുന്നത്. ആ ബന്ധം ശരിയാക്കണം. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന അവസ്ഥ മാറ്റിക്കളയണം. എന്നിട്ട് ആദ്യമേ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഭർത്താവ് ഒരു തരത്തിൽ സിനി എനിക്ക് പറയാനുള്ളത് സാത്താൻ്റെ കെണിയിലാണ്. എല്ലാം കൊണ്ടും എനിക്കതാണ് മനസ്സിലാവുന്നത്. അതാണ് ഈ തിന്മയിൽ വീഴുക. സാത്താൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ സിനി തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 10-11 വാക്യങ്ങൾ പറയുന്നത് നമുക്കറിയാം. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് അവൻ്റെ മേൽ വിജയം നേടിയെന്നാണ്. എന്ന് പറഞ്ഞാൽ തിന്മയുടെ മേൽ വിജയം നേടുവാൻ കുഞ്ഞാടിൻ്റെ രക്തം, ഈശോയുടെ രക്തം വളരെ ഫലദായകമാണ്. അതുകൊണ്ട് ഈശോയുടെ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ നല്ല ഒരുക്കത്തിൽ രണ്ടുപേരും കൂടെ ഒരു ദമ്പതി ധ്യാനം കൂടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഉടനെ പറയണ്ട, സിനി ഉടനെ തന്നെ പോയി നമുക്ക് ദമ്പതി ധ്യാനത്തിന് പോകാമെന്ന് പറയണ്ട. നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി അതിലേക്കുള്ള ഒരു ചായവൊക്കെ തോന്നുവാണെങ്കിൽ അതേപ്പറ്റി പറയുക നല്ലതായിരിക്കും. സിനിക്ക് വേണ്ടി ആണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയാലും മതിയാവും. എനിക്ക് ഒരു ധ്യാനമൊക്കെ വേണമെന്ന് തോന്നുന്നു. ഒത്തിരി നാളായി ധ്യാനിച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ അവർ സ്വീകരിക്കുകയല്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടിന് ചേട്ടനോട് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും ഫലം തരും. അതുപോലെ തന്നെ ഞാൻ പറയുന്ന സിനി, സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങണം എന്ന് പറഞ്ഞാൽ നമ്മൾ പരമാവധി സ്നേഹം കൊടുക്കും. ഇപ്പം എനിക്ക് സ്നേഹം അനുഭവപ്പെടുന്നില്ല എന്ന് സിനി പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങോട്ട് കിട്ടാതെ തന്നെ അങ്ങോട്ട് കൊടുക്കാൻ നോക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഫലമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുന്നൊരു ഭർത്താവിനെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്നൊരു ചിന്ത സിനിയുടെ മനസ്സിലുണ്ടാവും, എനിക്കറിയാം. എന്നാൽ അവിടെ എനിക്ക് പറയാനുള്ളത്, ദൈവം തന്ന വ്യക്തി എന്ന നിലയിൽ അവനെ സ്നേഹിക്കുക. ദൈവം എനിക്ക് തന്നതാണല്ലോ, അതുകൊണ്ട് തമ്പുരാൻ തരുന്ന സ്നേഹം എത്ര വലുതാണ്. ആ സ്നേഹത്തിന് ഒരു ശകലമെങ്കിലും തിരിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ പറ്റും. അതുകൊണ്ട് ആ രീതിയിൽ കണ്ടുകൊണ്ട് അവനെ സ്നേഹിക്കുവാനായിട്ട് പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഉടനെ പ്രതീക്ഷിക്കരുത്, സമയമെടുക്കും കേട്ടോ. ഉടനെ തന്നെ ഇന്ന് കൊടുത്താൽ ഇന്ന് വൈകുന്നേരം കിട്ടും എന്ന് വിചാരിക്കാതെ നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുക്കുക. കണ്ണാടിയിൽ ചിരിക്കുന്ന മുഖം കാണാൻ നമ്മൾ ചിരിക്കണമെന്ന് പറയാറുണ്ട്. അങ്ങോട്ട് നമ്മൾ സ്നേഹം കൊടുക്കുക. വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഒളിവില്ലാതെ അയാൾ കേൾക്ക വിളിച്ചാൽ നന്നായിരിക്കും. നമ്മൾ വീട്ടിലേക്ക് വിളിക്കുമ്പം എന്നെ സംശയിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ചിലപ്പം അമ്മച്ചിയാണല്ലോ അല്ലെ സ്വന്തപ്പെട്ടവരാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറി നിന്ന് സംസാരിച്ചേക്കാം. അത് ഇല്ലാതെ അയാൾ കേട്ടോട്ടെ, അതിനെന്നാ അമ്മച്ചി എന്നാണ്ട് വിശേഷം, എനിക്ക് സുഖം തന്നെ, ചേട്ടനോട് ഇരിപ്പുണ്ട്, ചേട്ടനെ കൊടുക്കട്ടെ, വേണ്ടി വന്നാൽ ചേട്ടനിലൊന്ന് കൊടുത്തു. അങ്ങനെ വരികയാണെങ്കിൽ ഈ സംശയം ഒഴിവാകാനായിട്ട് ഇടയാകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒളിവുകളെല്ലാം മാറ്റുക. വിവാഹം വേണ്ട എന്ന് വയ്ക്കുന്ന ഒരിക്കലും ശരിയല്ല, അത് തെറ്റായ ഒരു ചിന്തയാണ്. തോബിത്ത് 6:17 പറയുന്നു, അനാദി മുതൽ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ട വ്യക്തിയാണ്. ദൈവം എനിക്ക് വേണ്ടി കരുതിയിരുന്ന ആളാണ് ഈ ഭർത്താവ് എന്ന ബോധ്യം ഹൃദയത്തിൽ ഉറപ്പിക്കണം. അതുകൊണ്ട് അതേപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അയാളെ ഈശോയ്ക്ക് വേണ്ടി നേടാൻ സിനിയെ കുടുംബത്തിലേക്ക് അയച്ചതാണ്. അദ്ദേഹത്തിന് കുറവുകളൊക്കെ ഉണ്ടെന്ന് തമ്പുരാൻ അറിയാം. സിനിയെ അങ്ങോട്ട് അയച്ചിരിക്കുന്നതിനാണ് അയാളെ നേടിയെടുക്കുവാൻ വേണ്ടിയാണ്. സിനി അപ്പോൾ അവിടെ നിന്ന് വിട്ടുപോയാലോ, അതൊരിക്കലും ശരിയല്ല. വീട്ടുകാർ വിഷമം കൊണ്ട് പറയുന്നതാവാം ഇത് വേണ്ട എന്നൊക്കെ, അത് നമ്മൾ വലിയ കാര്യമാക്കേണ്ട. സിനി ഇതൊരു വെല്ലുവിളിയായി സ്വീകരിച്ച് പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടോമിച്ചിന് ഇതേപ്പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് തീർച്ചയായിട്ടും ഒത്തിരി ആഗ്രഹത്തോടെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെങ്കൊച്ചെന്നുള്ള നിലയ്ക്ക് സിനിക്കത് താങ്ങാവുന്നതിലപ്പുറം ഭാരം ഉണ്ടായിട്ടുണ്ട്. ഇത് 100% സമ്മതിക്കുന്നു. എന്നാലും അച്ഛൻ പറഞ്ഞതുപോലെ യാദൃച്ഛ്യമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിന് തെറ്റ് പറ്റത്തുമില്ല. സിനിയെ ഈ പ്രിയപ്പെട്ടവനുമായിട്ട് വിവാഹം കഴിപ്പിച്ചത് യാദൃച്ഛ്യമല്ല എന്ന് അച്ഛൻ പറഞ്ഞു. അനാദിയിലെ നിനക്കായി തെരഞ്ഞെടുത്തിരിക്കപ്പെട്ടവനാണ്.
അപ്പം അനാദിയിലെ ദൈവം തിരഞ്ഞെടുത്തത് കൂട്ടിയോജിപ്പിച്ച് ദൈവം തന്നു. അത് ഈ വീട്ടുകാർ പറയുന്നത് ഇത് ഉപേക്ഷിക്കാമെന്ന് പറയുന്നത് ഇത് അങ്ങനെ ഒരു കച്ചവടം അല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലെ വേദപുസ്തകത്തെ തൊട്ട് സത്യം ചെയ്ത ഇന്ന് മുതൽ മരണം വരെ എന്തു ത്യാഗത്തിലൂടെയും മുന്നോട്ട് പൊക്കോളാമെന്നുള്ളതാണ്. ഈശോ സഹനം കൂടി വന്നപ്പോഴത്തേക്ക് ഈ കുരിശ് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ആർക്കും രക്ഷയുണ്ടാകത്തില്ലായിരുന്നല്ലോ. അപ്പോൾ അത് അവസാനം വരെ കൊണ്ട് എത്തിച്ച് കഴിയുമ്പോഴാണ് മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. സിനിയെ പോലെ അല്ലെ ഇതിനേക്കായി കൂടുതൽ ത്യാഗം സഹിച്ചിട്ടുള്ള ഭാര്യമാരൊക്കെ സഭയിലുണ്ട്. പലരും വിശുദ്ധരായ ചരിത്രം നമുക്കറിയാം. ഈ സഹനങ്ങളൊക്കെ നമ്മളെ വിശുദ്ധീകരിക്കാൻ തരുന്നതാണെന്നുള്ളൊരു യാഥാർത്ഥ്യം ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഭാഗത്ത് അവനിത് കേൾക്കുന്നില്ലായിരിക്കും, അവൻ്റെ ഭാഗത്തേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് സുനി പൂർണ്ണമായിട്ടും സമർപ്പണത്തിൻ്റെ മനോഭാവം, എൻ്റെ ദൈവം ഈ ബലിജീവിതം, ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം ബലിയുടെ ജീവിതമാണ്. ഈ ബലിജീവിതത്തിൽ എനിക്ക് തന്നിരിക്കുന്ന സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി അത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ജീവിത പങ്കാളിയുടെയും വിശുദ്ധിക്കായിട്ട് ദൈവം ഒരുക്കുന്നതാണെന്നുള്ള ബോധ്യമുണ്ടാകണം. പത്രോസ്ലിയ പറയുന്നൊരു വാക്യമുണ്ട്. പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ 1 മുതൽ 6 വരെ ഭാര്യമാർ ഒരുത്തൻ വചനമനുസരിക്കാത്തവനാണെങ്കിൽ അവനെ എങ്ങനെ നേടാമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. സിനി ഒന്ന് വായിക്കുക. പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 6 വരെ. ഭാര്യമാർ എങ്ങനെ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടല്ല, ഹൃദയത്തിൻ്റെ നൈർമല്യത്തിൽ നിന്ന് അവനെ നേടാൻ പറ്റുമെന്ന് അസന്നിഗ്ധമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മദ്യപാനവും ദുർവൃത്തിയുമായിട്ട് നടന്നവരെ നേടിയ ഒത്തിരി പേരെ എനിക്കറിയാവുന്നതുമുണ്ട്. അതുകൊണ്ട് സിനി ഭാരപ്പെടണ്ട. സന്തോഷത്തോടും സമാധാനത്തോടും ദൈവം ഏൽപ്പിച്ച ദൗത്യം അതിൻ്റെ പൂർത്തീകരണം വരെ ഞാനുണ്ടാകും. എന്തു ത്യാഗം സഹിച്ചിട്ടും ഞാനതിൽ മുന്നോട്ട് പോകും എന്ന ബോധ്യത്തോടെ ആകുക. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞത് അടിവരയിട്ട് ഞാനൊന്നുകൂടെ പറഞ്ഞു, സ്നേഹത്തിനല്ലാതെ അവനെ പിന്തിരിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം സ്നേഹം കൊണ്ട് പൊറുതി മുട്ടിക്കുക എളുപ്പമുള്ള കാര്യമല്ല എന്ന് അച്ഛൻ പറഞ്ഞല്ലോ, നമുക്കറിയാം അത്. പക്ഷേ സ്നേഹം കൊണ്ട് പൊറുതി മുട്ടിക്കണം. ബോധപൂർവം അവനെ സ്നേഹിച്ച് അവന് വേണ്ട ശുശ്രൂഷ ചെയ്ത് അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഞങ്ങളും പ്രാർത്ഥിച്ചോളാം. ജോൺസൺ പറയുന്നത് സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ടും ദൈവം എനിക്ക് തന്ന വ്യക്തി എന്നതിൽ അതിനെ സ്വാധീനിക്കണം എന്നുള്ളത് തന്നെയാണ്. നിമിക്ക് എന്താ പറയാനുള്ളത്? സിനിയും യഥാർത്ഥത്തിൽ മദ്യപാനിയും അവളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഒത്തിരി വിഷമമുണ്ട്. പക്ഷേ നമ്മൾ യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കുകയും ക്ഷമിക്കുകയും എല്ലാം ചെയ്യും. അപ്പോൾ ഇവൾ അവനോട് ക്ഷമിച്ചിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ യഥാർത്ഥ സ്നേഹം എല്ലാം ക്ഷമിക്കും, അവന് നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. പിന്നെ ശുശ്രൂഷിക്കുവാനല്ല, നമ്മൾ ശുശ്രൂഷിക്കപ്പെടുവാനല്ലല്ലോ, ശുശ്രൂഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ യേശു നമുക്ക് വേണ്ടി എപ്രകാരം നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു, നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ബലി അർപ്പിച്ചു, അതുപോലെ തന്നെ സഭയും ക്രിസ്തുവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ്. ക്രിസ്തു സഭയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു. അതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സഹിക്കണം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന് വേണ്ടി, അങ്ങനെ പരസ്പരം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യണം. അപ്പം ഇവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പിന്നെ പിതാവിനുണ്ടായിരിക്കേണ്ട ഗുണം ദൈവവുമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. പിതാവ് അവൻ പള്ളിയിൽ പോകത്തില്ല, അപ്പം അവനെ ഒന്നിച്ചിരുത്തി പ്രാർത്ഥിക്കാൻ നോക്കണം. ഒരുപക്ഷെ സമ്മതിക്കത്തില്ലായിരിക്കും. ആദ്യമേ അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക, തിരുരക്തം തെളിച്ച് പ്രാർത്ഥിക്കുക. അപ്പം അവൻ പ്രാർത്ഥനയിലൊക്കെ സഹകരിക്കും. പരസ്പരം ക്ഷമിച്ച് പ്രാർത്ഥനയിലൂടെ അവനെ നേടിയെടുക്കുക എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും സിനിയുടെ വിഷമം മനസ്സിലാക്കുന്നു. പ്രാർത്ഥനയും പൂർവ്വം അവനെ നേടിയെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു ധ്യാനം ചിന്തിക്കണം. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ശ്രമിക്കുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. നമുക്ക് ഈ കുടുംബങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ലവനും സ്നേഹനിധിയായ തമ്പുരാനെ, ഇന്ന് ഞങ്ങൾ കണ്ട മേരിയുടെയും സിനിയുടെയും കുടുംബങ്ങളെ അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് ഇടപെടണമേ. അവരുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവർക്ക് ആവശ്യമായ എല്ലാ കൃപാദാനങ്ങളും നൽകി ആ കുടുംബത്തെ രക്ഷയുടെ വഴിയിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.